അതെ ഏട്ടനും പിന്നെ ഏട്ടൻ്റെ 2 മക്കളും ഭാര്യയും പിന്നെ അമ്മയും. അതിൻ്റെ ഉള്ളിൽ ഇതാണ് എൻ്റെ വീടുണ്ടായത്. അവർ 2 പേരെ കിട്ടി, ബാക്കി 3 പേരെ കാണിയിട്ടില്ല. ഇതെൻ്റെ ചെറിയമ്മൻ്റെ വീടായിരുന്നു. അവരുടെ ഡോക്യുമെൻറ്റും അവരുടെ പേപ്പറും അവൻ്റെ പാസ്പോർട്ടൊക്കെയാണ്. അത് ഇവിടുന്ന് കിട്ടിയതാണ്. പൂർണ്ണമായി ഈ ചാലൊന്ന് നീക്കി തരണം. ഈ ചാലിലുണ്ടാവും. ഇന്നലെ ഇവിടെയാണ് കിട്ടിയത്, ഇവിടെ നിന്നാണ് കിട്ടിയത് ചെറിയോനെ. ബാക്കി 3 ആൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടാവും. പുറത്ത് ചാടിയെന്നല്ലേ പറഞ്ഞത്. ഇവിടെ ഒരു ചാല, ഇത് റോഡല്ലേ, ഇവിടെ ഒരു കുഴിയാണ്, വലിയ കുഴിയാണ്. മണ്ണടിഞ്ഞിക്കുക. സീതം കൊണ്ടുക്ക് പോണ ചാലാണത്. എൻ്റെ അമ്മയ്ക്ക് നടക്കാൻ പറ്റില്ല. അപ്പോൾ അമ്മ അതിൻ്റെ ഉള്ളിൽ തന്നെ പോയിട്ട് അമ്മനെ അന്ന് തന്നെ കിട്ടി, കുത്തിപ്പൊളിച്ചെടുത്ത്. ബാക്കി അവർ എല്ലാവരും ഇവിടെ തന്നെ വീണെന്ന് അതാ ഈ വീട്ടുകാർ പറഞ്ഞതാ. ഓടുമ്പോൾ അവിടെ അവർ രക്ഷപ്പെട്ടതാ. സക്കീന പറഞ്ഞ താത്ത അതിലിങ്ങനെ ഓടുമ്പോൾ എൻ്റെ ചേച്ചി ഇവിടെ വീണ് കിടക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ചാലിൽ ഈ പരിസരം തിരഞ്ഞാൽ കിട്ടും. അവരുടെ ഡോക്യുമെൻറ്റും കാര്യങ്ങളും അവിടെ നിന്ന് ഇപ്പോൾ കിട്ടിയതാണ്. ഓ ആ വീടുകളാ. ഇതൊരു വീട് ഇതവിടെ വീട് ഒക്കെ വീടാ. ഇതിലൊക്കെ ഇതിലാളെ കിട്ടിയിട്ടില്ല. ആ അവിടെ വീടില്ല. ഇത് വീട് ഇതിലൊറ്റ ആളുണ്ടായിട്ടുള്ളൂ. പി മൊയ്തുകുട്ടി പറഞ്ഞത്. എൻ്റെ വീട് എൻ്റെ വീടിൻ്റെ മേൽക്കൂരയാണ് ഇത് കാണുന്നത്. ഇപ്പോൾ വന്നപ്പോഴാണ് ഇതൊക്കെ കിട്ടിയത്, ഈ ആൽബം കാര്യങ്ങൾ. ഇത് മാത്രം ബാക്കിയുള്ളൂ. ഞങ്ങൾക്ക് ഇനി വേറെ ഒന്നുമില്ല. ഞങ്ങൾക്ക് തല അയക്കാനുള്ള ഒരു വീടായിരുന്നു എല്ലാവർക്കും. എല്ലാം പോയി. ഞങ്ങളിപ്പോൾ റോഡിലാണിപ്പോൾ താമസം. ഞങ്ങൾ വന്ന് കിടക്കുന്ന വീട് അത് മേലെ ഞങ്ങൾ കിടക്കും. ഏട്ടൻ താഴെ കിടക്കും. ഞങ്ങളന്ന് കുട്ടികളും രക്ഷപ്പെട്ടത് അന്ന് എൻ്റെ മോളെ ഇത് കാര്യത്തിന് മീംസ് പോകേണ്ട വന്നുകൊണ്ട് ഞങ്ങൾ കഴിച്ചില്ലായതാണ്. അന്ന് ഞങ്ങൾ വന്ന് വരാത്തതുകൊണ്ട് ഞങ്ങൾ ഇതായതാണ്. ഞങ്ങൾ കർക്കിടക മാസത്തിന് ബലിയിടാനൊക്കെ ഇവിടെ വരണ്ട. അച്ഛൻ പോയതാ. അല്ല, ഞങ്ങൾ കുട്ടീൻ്റെ ഓരോ കാര്യത്തിന് വേണ്ടി പോയതും ഇതൊക്കെയാണ്. അന്ന് രാത്രി ഒന്നും വന്നില്ല. എൻ്റെ ഒരു അനിയനുണ്ട് ഇവിടെ. അവനും എല്ലാവരും ഞങ്ങൾ ഇവിടെ ഒന്നും നിൽക്കില്ല. ഞങ്ങളെ കുടുംബ വീടല്ലേ ഇത്. അങ്ങനെ രക്ഷപ്പെട്ടതാ.